അധ്യക്ഷ പ്രസംഗത്തിനായി ഫാദർ ഗോഡ്വിൻ കിഴക്കോടിനെ ക്ഷണിക്കുന്നു. മിശിഹായെ ഒത്തിരി സ്നേഹിക്കപ്പെടുന്ന സന്യാസ ജീവിതത്തിൻ്റെ 50 വാർഷികം, അതിനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയിലും സന്തോഷത്തിലായിരിക്കുന്ന നമ്മുടെ മേരി ടോംസി സിസ്റ്റർ, പ്രിയ നിറഞ്ഞ അച്ഛന്മാരെ, വേദിയിലുള്ള സിസ്റ്റേഴ്സ്, സിസ്റ്ററിൻ്റെ സഹോദരങ്ങളെ, പ്രിയ നിറഞ്ഞ മറ്റ് സിസ്റ്റേഴ്സ്, പ്രിയനങ്ങളെ, നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. ചുങ്കത്ത് ഫാമിലിക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. FCC സന്യാസ കുടുംബത്തിന് ഇതൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. ഉറപ്പായിട്ടും കോട്ടപ്പടി ഇടവയ്ക്കും ഇതൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. 50 വർഷം സന്യാസത്തില് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമില്ലെന്നറിയുന്നത്. സിസ്റ്റർ കടന്നു വന്ന വഴികളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ കണ്ടു. ആദ്യമായി തന്നെ സിസ്റ്ററിന് ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും എൻ്റെ വികാരിശിന്റെ പേരിൽ സ്നേഹത്തോടെ നേരുകയാണ്. ഒറ്റ കാര്യമാണ് സിസ്റ്ററിനോട് ആശംസിക്കാനുള്ളത്. FCC സന്യാസ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിശുദ്ധരിൽ ഒരാളാണ് ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസിയും അനുചരനും കൂടി ഇങ്ങനെ പാടത്തോടെ നടന്നു പോകുമ്പോൾ സിസ്റ്റർ കേട്ടിട്ടുണ്ടാവും, ലക്ഷ്യം ഒരു കർഷകൻ വഴിയിലേക്ക് കയറി വരാണ്, ആ പാടത്തിൻ്റെ വരമ്പിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഫ്രാൻസിസ് അസീസിയോട് പറയാണ്, ആളുകളങ്ങേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിട്ടാണ് കാണുന്നത്, അങ്ങനെ തന്നെ ആവണം താനും എന്ന് പറഞ്ഞിട്ട് കർഷകൻ പോവാണ് വീണ്ടും ആ പാടത്തേക്ക്. അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടാണ്, അങ്ങനെ ആവണം താനും. ഇത് കഴിഞ്ഞ് ആ ഫ്രാൻസിസ് അസീസിയുടെ സുഹൃത്ത് ഒപ്പുണ്ടായിരുന്ന ആ സഹോദരനോട് ഫ്രാൻസിസ് അസീസി പറയുന്ന വാക്കുകളുണ്ട്. ദൈവം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട്, ഒരു കർഷകനോട് സംസാരിച്ചിട്ട് കടന്നുപോയി. എനിക്ക് തോന്നണേ ഈ 50 വർഷക്കാലം സിസ്റ്റർ കടന്നുപോയ വഴികളിൽ ഒരുപാട് പേര് ഈ ഒരു ദൈവാനുഭവം അനുഭവിച്ചിട്ടുണ്ടാവും, സ്വന്തമാക്കിയിട്ടുണ്ടാവും. അത് ആദ്യ നാളുകളായിരുന്ന സിസ്റ്ററുടെ കുട്ടികൾ, പഠിപ്പിച്ച കുട്ടികൾ, ഇതുപോലെ തന്നെ കുറെ നല്ല ദൈവാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലും രൂപീകരിക്കാൻ സിസ്റ്റർ എടുത്ത ആ ഒരു സഹനങ്ങളുടെ മേഖലകളിൽ ഉറപ്പായിട്ടും വിദ്യാർത്ഥിനികൾ തീർച്ചയായും ആ ദൈവത്തിൻ്റെ മുഖത്തെ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി സന്യാസത്തിൻ്റെ കാലം മുന്നോട്ട് പോയപ്പോൾ അവസാന കാലങ്ങളിൽ സിസ്റ്റർ മിഷനിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഫേസ് ഓഫ് ഫേസ്ലെസ് ഇപ്പോൾ ഉമ്മശൂടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. റാണി വലിയ സിസ്റ്ററിൻ്റെ ജീവിതം, അതിനോടൊപ്പം ഇങ്ങനെ ഒരു ചെറിയ കട്ട് ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണായിരുന്നു. താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റിടങ്ങളിലേക്ക്, ഈശോയെ അറിയാത്ത മറ്റിടങ്ങളിലേക്ക് പോകാനും അവരിലേക്ക് ദൈവസ്നേഹം ചൊരിയാനും സിസ്റ്റർ എടുത്ത ഒരു സഹനം. ഉറപ്പായിട്ടും സമൂഹത്തിൽ ഒരുപാട് സിസ്റ്റേഴ്സ് ആ സഹനങ്ങൾ എടുക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ അൽത്താരയിൽ വണങ്ങാൻ ഒരു വിശുദ്ധയെ കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ വിശുദ്ധയുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന രീതിയിൽ ആ വീഡിയോയിൽ സിസ്റ്ററിന്റെ ജീവിതത്തെ ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ ഉറപ്പായിട്ടും ദൈവമുഖം അവിടെയുള്ള ആളുകളെ ഒരുപക്ഷെ സിസ്റ്ററിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. FCC സന്യാസ സമൂഹത്തിലെ സിസ്റ്ററിന്റെ സഹചാരികളും ഉറപ്പായിട്ടും ആയിരിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ ഈ ഒരു ദൈവമുഖം കണ്ടെത്തുന്നുണ്ടാവും. ബന്ധുമിത്രാദികളും സിസ്റ്ററിന്റെ സ്നേഹവും പരിചരണവും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ നിന്നും കുറെ നല്ല ദൈവമുഖം കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രം തന്നെയാണ് തുടർന്നുള്ള ഇനിയുള്ള ജീവിതത്തിലും ആശംസിക്കാനുള്ളത്. ആയിരിക്കുന്ന ഇടങ്ങളിൽ സിസ്റ്ററിലൂടെ അന്ന് നേരത്തെ ഫ്രാൻസിസ് അസീസി പറഞ്ഞ പോലെ അങ്ങൊരു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അങ്ങ് ദൈവപുരുഷനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ആവണം താനും. അത് തന്നെയാണ് എനിക്കും ആശംസിക്കാനുള്ളത്. ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആ ഒരു പരിമളം പരത്താൻ ഇനിയുള്ള സന്യാസ ജീവിതം സന്തോഷത്തിൽ
മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സിസ്റ്ററിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു.